അപ്പൊ നമ്മുടെ കൂട്ടുകാരൻ ജോർജ് ഉണ്ട്. ഈ വണ്ടിയിലെ ചേട്ടന്മാരാണ് ചായ ഇവിടെ രക്ഷയില്ലാത്ത വിടിഞ്ഞ സ്ഥലമാണ്. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ കുട്ടിക്കാനം കാണാൻ പോവാണ്. നല്ല മഴ വരുന്നുണ്ട്. രാവിലെ ഇറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഉതുക്ക് വെയിലായിരുന്നു. ഇപ്പം ഇത് കണ്ടോ, നല്ല രീതിക്ക് മഴക്കോട് കയറി വരുന്നുണ്ട്. ഞാൻ ആ ഒരു വെള്ളച്ചാട്ടത്തിൽ എനിക്ക് പോകണമെന്നുണ്ട്. ഞാൻ അതേപോലെ അങ്ങോട്ട് പോയിട്ടില്ല. നമുക്ക് അടുത്ത ദിവസങ്ങൾ എപ്പോഴേലും പോവാം. നല്ല മഴക്കാറുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ പണിവാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ ജോർജ് ഉണ്ട്. അവനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അവനെ നമുക്ക് വീട്ടിൽ പോയി വിളിക്കണം. അപ്പോൾ അവനും ഞാനോടാണ് പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ കൂട്ടുകാരെ പറഞ്ഞ അവരെ ചവിട്ടി എന്നും പറയുന്നുണ്ട്. എന്തേലും ആട്ടെ, നമുക്ക് പോവാം. പെട്രോൾ അടിക്കണം, നേരെ പോകണം. നമുക്ക് മുണ്ടക്കയത്തു നിന്ന് കുട്ടിക്കാനത്തിന് അധികം ദൂരമൊന്നുമില്ല, പെട്ടെന്ന് എത്തുന്ന ഇതാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പെട്ടുപോകും. നോക്കാം, നമുക്ക് എന്തായാലും കാണാം. വീട്ടിലില്ലെന്ന് പറഞ്ഞു, ഇപ്പൊ വരാന്ന് പറഞ്ഞു. വരുന്ന വഴിയൊന്നും ഞാൻ പിന്നെ കാണിക്കാൻ വീഡിയോയിൽ ഇത് ആ വഴിയൊന്നും കാണിക്കുന്നു. വീഡിയോയിൽ വെറുതെ എന്തിനാ ബോറാകത്തില്ലയോ? ഇപ്പോൾ ഒരേ വഴി തന്നെ ഉണ്ട്. വരട്ടെ, ആശം വരട്ടെ. വെയിറ്റിങ്ങാ. ഞാൻ ഇപ്പോൾ ഒന്ന് ഇറങ്ങും. മുണ്ടക്കയത്ത് തന്നെയാണ് അവൻ്റെ വീട്. അവനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വെയിറ്റ് ചെയ്യാം. അന്ന് കേസ് വന്ന് നാളെ വന്നത് അതിനകത്തുണ്ട്. എടാ, ഞാനേ വെള്ളിയാഴ്ച പെട്രോൾ പമ്പിൽ പോയി കയറിയിട്ട് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നതാ. 200 രൂപ ഞാൻ അടുത്ത് വെച്ചായിരുന്നു. നേരം ചെന്ന് കയറി ഞാൻ ആ സമയത്ത് ഞാൻ വേറെ പാൻറ് എടുത്തിട്ട് പാൻറ്റുമാരായിരുന്നു. ഞാനെങ്കിൽ വിട്ടു. ഞാൻ നേരെ അങ്ങോട്ട് ഞാൻ പിന്നെ അമ്മയെ വിളിച്ച് ചോദിച്ച് അവസാനം അമ്മ എടുത്ത് തന്ന പൈസ ഞാനല്ലേ പെട്ടേനെ. പണിയാ ഈ ലോറി ഇനി പോയി കഴിഞ്ഞാൽ കൊണ്ടാക്കാൻ ടാസ്ക് ആയില്ലേ ഈ ലോറി വരുന്നേ. വേദ പിന്നെയുള്ള കട അതെന്തോ വേണ്ടി വരവാഴ മറ്റേതാളാ. മറ്റേ മതിനെ പിടിച്ചുണ്ടായി തോന്നുന്നു. അടങ്ങി വാങ്ങാനോ, എത്ര നേരം വെക്കാനോ? അടങ്ങി വാങ്ങാനോ, അടങ്ങി പോകണം. ഇതാണ് അതിൻ്റെ കാര്യം. ഒരു കുഴപ്പമില്ല, എല്ലാ ദിവസവും മുഴുവൻ വന്നിരിക്കുന്നു. ഇവിടെ നോക്ക്, വെച്ചാ ഞാൻ പറഞ്ഞില്ലേ ഒരു വണ്ടി പോയി കഴിഞ്ഞപ്പോ അതിന്റെ പുറകെ എല്ലാം കോശാത്ര പോലെ പോകത്തുള്ളൂ. ആ ലോറിയിലെ ചേട്ടൻ നമ്മളെ കണ്ടിട്ട് സേഫായിട്ട് നമുക്ക് ഇതിന് കയറി മഞ്ഞിറങ്ങൂടാ കുറച്ചുകൂടെ കഴിയുമ്പോ. ഈ വണ്ടിയിലെ ചേട്ടന്മാരാണ് ചായ ക്യാമറ മൊത്തം വെള്ളം തന്നെ ഇരുന്നാ മതിയായിരുന്നു. മഴ പെയ്തോണ്ട് ഇനി പണിയാവൂലേ? നീ അടിക്കുന്നു എഴുത്തടാ എഴുതു. ചേട്ടാ
സ്ഥലം കണ്ടല്ലേ നമുക്ക് വേറെ സ്ഥലത്ത് പോകാന്നാണ് ജോർജെണ്ണം പറയുന്നത്. അവിടെ പോടാ, കുറച്ചങ്ങോട്ട് മാറിപ്പോയി. കുറച്ചങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് ആ വ്യൂ കണ്ടു, അവിടെ കണ്ടു. അല്ലാണ്ട് കണ്ടോ? ഇത് പ്രത്യേകതരം ഒരു സംഭവമാണ്. വണ്ടിയിൽ പെട്രോൾ ഉണ്ടായിരുന്നു, നമ്മൾ തള്ളി പെട്രോളിലാണ്. ആധുനിക കാലം തൊട്ടേ ഉള്ളൊരു ടെക്നിക്ക്. ഇങ്ങനെ പറയുന്നത് പിന്നെ ആദ്യം വണ്ടി എടുത്ത് പോയാൽ പോലായിരുന്നു. ഇനിയിപ്പോ സൂക്കേടാ സൂക്കേ. നമ്മള് പോകാനായിട്ട് അവിടെ അതുകൊണ്ടോ നല്ലൊരു സ്പോട്ടാന്ന് സ്ഥലമെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇങ്ങനെ ഉണ്ടാകുമെന്ന്. ഈ ഒരു സ്ഥലത്ത് ഞാൻ എല്ലാവരും വന്നിട്ടുണ്ടെങ്കിലും കുട്ടിക്കാലത്തൊന്നും ഈ സ്ഥലത്തോട്ടൊന്നും ഞാൻ പോയി നോക്കാം. ക്യാമറ കണ്ടാ നേരെ ഓടിക്കോളും. നല്ലൊരു ക്യാമറകളുണ്ടെങ്കിൽ വൈബായിരിക്കും. നല്ല കിട്ടിലം പോലത്തെ ഒരു മഴ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം മഞ്ഞിറങ്ങി അടിപൊളിയായി തുടങ്ങി. നമുക്കധികം സമയം 6:30 അധികം നേരം ഇരുട്ടിൽ നിന്ന് നമുക്ക് താഴോട്ട് കിട്ടണം. ഏരിയയിലൊക്കെ ആദ്യമായിട്ടാണ് മൊത്തം ചേട്ടയാണ്. കണ്ടോ ഈ വഴി താഴെ മൊത്തം കിണ്ണം പോലത്തെ ചിട്ടയാണ്. നമ്മൾ പോകുന്ന തോണ്ട ഒരു മരം അവിടെ കിടക്കുന്നുണ്ട്. അവിടെ വരെ ഒന്ന് പോയി എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം. ഇവിടെ ചെള്ള ഒരുമാതിരി ചെള്ള കേട്ടോ, ചവിട്ടി കഴിഞ്ഞാൽ താഴെ പോകുന്നു. അയ്യോ ഇതിനകത്ത് കിടപ്പോ ചാണകം വെച്ചിട്ടുണ്ടെങ്കിൽ അതേ ഉള്ളൊരു പ്രശ്നം. ബാക്കിയൊക്കെ ഓക്കെ. അവിടെ പുറകിലൊരു പള്ളി എന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് അവിടെ നിന്ന് സൗണ്ട് കേട്ടോ. എന്റെ പേരല്ലേ ഇത്? അയ്യോ നടക്കുന്നു. ചെള്ള ഞാൻ പറഞ്ഞില്ലേ ഉള്ള ചെള്ള, കാലെല്ലാം ചെള്ളായി. ഓ അവിടെ ചെള്ളയില്ലെന്ന് എനിക്കറിയാമല്ലോ. ഞാൻ ഇപ്പുറത്തെ വഴിയല്ലേ വന്നേ. ആ പാൻറ് മൊത്തം ചെള്ളയായി. ഇതാ വരുന്ന പോവാണ് ഗൈസ്, വീട്ടിൽ പോവാ ഇനി. സമയം ഇരുട്ടി. പിന്നെ ചെള്ള ഇല്ല, കാര്യമാണോ അതെല്ലാം ചെള്ള. ഓ ആ വെള്ളത്തിലെന്തുവാ? മീലോ? മീന്? ഞാൻ കേട്ട നീലെന്ന്. മീലോ? അങ്ങനെ ഞാൻ കേട്ടെ. ഈ സ്ഥലത്തോടെ നമ്മൾ ബബ്ബായി പറഞ്ഞു, ടാറ്റാ ബൈ ബൈ. ഓ എന്റെ പൊന്നടാ, എല്ലായിടത്തും ചള്ളയാ. കാല ഇറക്കുന്നൊന്നുമില്ല, എൻ്റെ ആവശ്യമില്ല. ഇത് എങ്ങനെ എടുക്കുക, എടുക്കുക, അത് മതി ഗൈസ്. സക്സസ്ഫുൾ. ഞാൻ വീട്ടിലോട്ട് പോവാം. സമയത്തെ ഞാൻ ഈ ഏരിയയിലോട്ടൊന്നും വന്നിട്ടൊന്നുമില്ല. സത്യം കിട്ടും ചോർജെ, ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഈ ഏരിയയിലോട്ട് ഞാൻ വന്നിട്ടില്ല. ഈ വഴിക്ക് പോയിട്ടുണ്ട്, പക്ഷേ ഇവിടോട്ട് നമ്മൾ ഇറങ്ങുന്നില്ലല്ലോ. ഈ വഴിക്കുന്ന ആ വണ്ടിക്ക് ഇരിക്കുമ്പോഴത്തേക്ക് അവര് നേരെ അങ്ങ് പോവാ. ഇത് ഏത് വഴി നമ്മൾ വന്നേ? ഈ വഴി, ഇതുവഴിയാണോ? വണ്ടിയുടെ സൈഡിൽ കടാ ഈ വഴിയും കണ്ട. അധികം നേരം
ഇരുട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിൽക്കാൻ പാടില്ല. അതൊരു പ്രശ്നമാണ്. നമ്മൾ നേരെ അടുത്ത സ്ഥലം വേണം. അല്ലെങ്കിൽ നേരെ അധികം കിട്ടുന്നതിന് മുമ്പ് നമുക്ക് കുട്ടിക്കാൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഭയങ്കര പണിയാണ്. ഇതല്ലോ നമ്മൾ നമ്മുടെ ബ്യൂട്ടീനെ കൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്കൂട്ടിയെ കൊണ്ടാവുന്നത്. ഇനിയിപ്പോൾ നേരെ നീ പുറകെ ഒരു ഞാൻ നൈസായിട്ട് ടോപ്പ് ഏരിയയിലേതോ നല്ലൊരു വ്യൂ ഉണ്ട് തൊട്ടടുത്ത്, വെറുതെ കാണാം. അവൻ പുറകെ വണ്ടി കൊണ്ടുവരും, ഇല്ലെങ്കിൽ വണ്ടി അതൊരു കയറ്റി കൊണ്ടുപോകാൻ പാടാം. ഒരാൾ ഉണ്ടെങ്കിൽ വിഷയമില്ല. അത്യാവശ്യം ടോപ്പ് ഏരിയയിൽ അത്യാവശ്യം നല്ലൊരു വീട്. ഈ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ കാറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ടൗണിൽ നിന്ന് തന്നെ കുറച്ചേ ഉള്ളൂ. അത്യാവശ്യം ആൾക്കാരവിടെ നിൽപ്പുണ്ട്, കുഴപ്പമില്ല, നോക്കാം. ഇവിടെ രക്ഷയില്ലാത്ത മഞ്ഞ ഈ സ്ഥലമാണ്. ലൈറ്റ് കിട്ടുന്ന രസം. സൂപ്പർ, നല്ലൊരു പ്ലേസ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് നിർത്തുകയാണ്. ഇവിടെ കുട്ടിക്കാലത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഭയങ്കര മഞ്ഞ, വഴിയും കാണത്തില്ല, ഒന്നും കാണത്തില്ല. പെട്ട പോലൊക്കെയാണ് ഇറക്കുന്നത്. ഒരു സൈഡ് വിളിച്ചിട്ടും പയ്യെ ഇറങ്ങി പോകണം. ഉണത്തിട്ടാണ് ഇരിക്കാനും വയ്യ, ഭയങ്കര നനഞ്ഞതിൻ്റെ. അയ്യോ, എൻ്റെ കണ്ണും ചുവന്നിരിപ്പുണ്ട്. നമ്മളെ വണ്ടി ഇതോ കിടക്കുന്നു, രക്ഷയില്ല ഇവിടുത്തെ മഞ്ഞും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അയ്യോ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ചെറിയ ചെറിയ വ്ളോഗായിരുന്നു, അധികമൊന്നുമില്ല, വളരെ കുഞ്ഞൊരു വ്ളോഗായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അങ്ങനെ ടാറ്റാ ബൈ ബൈ, സി യു. വീണ്ടും രാത്രി കഴിഞ്ഞാൽ പള്ളി.